നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബി.ജെ.പി. ദേശീയ അധ്യക്ഷയായി സ്മൃതി ഇറാനിയെ അവതരിപ്പിക്കാൻ ബി.ജെ.പിയിൽ തന്ത്രപരമായ നീക്കം. അമേഠിയിൽ പരമദയനീയമായി തോറ്റ സ്മൃതിയെ വീണ്ടും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ നീക്കമുണ്ടായെങ്കിലും തൽക്കാലം വേണ്ടെന്ന നീക്കത്തിലാണ് ബി.ജെ.പി. നേതൃത്വം. പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ നിന്നും ലോക്സഭയിൽ എത്തുന്നതോടെ മറ്റൊരു ഇന്ദിരായുഗം ഇന്ത്യയിൽ ബി.ജെ.പി. ആശങ്കപ്പെടുന്ന സാഹചര്യത്തിലാണ് ഒരു വനിതയെ ഇറക്കി പ്രതിരോധിക്കാനുള്ള രാഷ്ട്രീയ തന്ത്രം. ഇതിന് തടയിടാനാണ് ജെ.പി. നദ്ദയുടെ പിൻഗാമിയായി സ്മൃതി ഇറാനിയെ പാർട്ടിയുടെ അധ്യക്ഷയാക്കാനുള്ള ബി.ജെ.പിയുടെ നീക്കം. അപ്രതീക്ഷിതമായി ബി.ജെ.പി. രാഷ്ട്രീയത്തിൽ എത്തുകയും 2019 അമേഠിയിൽ രാഹുൽ ഗാന്ധിയെ 50,000 വോട്ടുകൾക്ക് തോൽപ്പിക്കുകയും ചെയ്തതോടെയാണ് സ്മൃതി ഇറാനി ഇന്ത്യയിലെ ഗ്ലാമർ താരമായി കേന്ദ്ര മന്ത്രിസഭയിൽ ഇടം പിടിച്ചത്. മാനവശേഷി മന്ത്രി എന്ന നിലയിൽ ഇവർ കാര്യമായ പ്രാഗൽഭ്യം തെളിയിച്ചില്ലെന്ന് മാത്രമല്ല, ഒട്ടേറെ വിവാദങ്ങൾ പല അവസരങ്ങളിൽ ഇവർ വിളമ്പുകയും ചെയ്തിട്ടുണ്ട്. അമേഠിയിൽ ഇത്തവണ മത്സരിച്ച വേളയിൽ എതിർ സ്ഥാനാർത്ഥി കിഷോരി ശർമ്മയെയും രാഹുൽ ഗാന്ധിയെയും ഏറെ പുച്ഛത്തോടെ സംസാരിച്ച് ഇവർ വിവാദം സൃഷ്ടിച്ചിരുന്നു. രാഹുലിന്റെ വീട്ടിലെ അടുക്കളക്കാരൻ എന്നിവരെ കിഷോരിയെ ഇവർ അധിക്ഷേപിച്ചതിനുള്ള വലിയ തിരിച്ചടിയാണ് അമേഠിയിൽ നേരിടേണ്ടി വന്നത്. ബി.ജെ.പിക്ക് ഉത്തർപ്രദേശിലെ ഏറ്റവും നാണംകെട്ട തോൽവിയായിരുന്നു അമേഠിയിലും റായ്ബറേലിയിലും ബി.ജെ.പിക്ക് നേരിടേണ്ടി വന്നത്. കോൺഗ്രസിന്റെ അത്രയൊന്നും അറിയപ്പെടാത്ത സ്ഥാനാർത്ഥി കിഷോരി ലാൽ ശർമ്മയോട് 1.5 ലക്ഷത്തിലധികം വോട്ടുകൾക്കാണ് സ്മൃതി ഇറാനി പരാജയപ്പെട്ടത്. സ്മൃതി തെരഞ്ഞെടുക്കപ്പെട്ടാൽ ഇത് ആദ്യമായിട്ടായിരിക്കും ബി.ജെ.പിക്ക് വനിതാ അധ്യക്ഷയുണ്ടാവുക. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു പാർട്ടിയുടെ ആദ്യത്തെ അധ്യക്ഷൻ. പിന്നീട് എൽ.കെ. അദ്വാനി, മുരളി മനോഹർ ജോഷി, കുശബാവു താക്കറെ, ബംഗാരു ലക്ഷ്മണൻ, ജന കൃഷ്ണമൂർത്തി, വെങ്കട നായിഡു, രാജ്നാഥ് സിംഗ്, നിതിൻ ഗഡ്കരി, അമിത്ഷാ, ജെ.പി. നദ്ദ എന്നിവർ ബി.ജെ.പിയുടെ അധ്യക്ഷന്മാരായി. 2019 പാർട്ടിയുടെ വർക്കിംഗ് പ്രസിഡന്റായി ചുമതലയേറ്റ നദ്ദ 2020 ജാനുവരിയിൽ മുഴുവൻ സമയ പ്രസിഡന്റായി. 2003 സ്മൃതി ഇറാനി ബി.ജെ.പിയിൽ ചേർന്നത്. 2004 തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ ചാന്ദിനി ചൌക്ക് ലോക്സഭാ മണ്ഡലത്തിൽ കപിൽ സിബലിനെതിരെ മത്സരിച്ച് സ്മൃതി ദയനീയമായി പരാജയപ്പെട്ടു. യുവമോർച്ചയുടെ സംസ്ഥാന ഉപാധ്യക്ഷയായും ബി.ജെ.പി. ദേശീയ സമിതി അംഗമായി പ്രവർത്തിച്ച ശേഷം 2011 ഗുജറാത്തിൽ നിന്ന് രാജ്യസഭയിലെത്തി. 2011 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെ അമേഠി ലോക്സഭാ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ച് പരാജയപ്പെട്ടെങ്കിലും രണ്ടാം അംഗത്തിൽ ഇവർ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തി. തുടക്കം മുതൽ വിവാദങ്ങൾ ഇവരുടെ കൂടപ്പിറപ്പാണ്. മോദി മന്ത്രിസഭയിൽ കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രിയായി സ്ഥാനമേറ്റതിനെ തുടർന്ന് സ്മൃതി ഇറാനിയുടെ വിദ്യാഭ്യാസ യോഗ്യത സംബന്ധിച്ച് ഏറെ വിവാദമുണ്ടായിരുന്നു. വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യേണ്ട ക്യാബിനറ്റ് മന്ത്രിക്ക് ബിരുദം പോലുമില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ അക്കാലത്ത് ആരോപണം ഉന്നയിച്ചിരുന്നു. വിദ്യാഭ്യാസ യോഗ്യത സംബന്ധിച്ച് സ്മൃതി തെറ്റായി വിവരം നൽകിയെന്നും അക്കാലത്ത് കടുത്ത ആരോപണമുണ്ടായി. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിലെ ചാന്ദിനി ചൌക്കിൽ നിന്ന് മത്സരിക്കുമ്പോൾ നൽകിയ സത്യവാങ്മൂലത്തിൽ ഡൽഹി സർവകലാശാലയുടെ വിദൂര വിദ്യാഭ്യാസം വഴി 1996 BA ബിരുദം പൂർത്തിയാക്കിയെന്നാണ് സ്മൃതി അവകാശപ്പെട്ടിരുന്നത്. 16 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമേഠിയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുമ്പോൾ നൽകിയ സത്യവാങ്മൂലത്തിലാകട്ടെ ഡൽഹി സർവകലാശാലയുടെ വിദൂര വിദ്യാഭ്യാസം വഴി 1994 കൊമേഴ്സ് ബിരുദത്തിന്റെ 1ാം പാർട്ട് അഥവാ 1ാം വർഷം പൂർത്തിയാക്കിയെന്നാണ് കാണിക്കുന്നതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. യഥാർത്ഥത്തിൽ ഇവർക്ക് 10ാം ക്ലാസ് യോഗ്യത പോലുമില്ലെന്ന ആരോപണവും പുറത്തു വന്നിരുന്നു. കോൺഗ്രസ് നേതാക്കളോടും ഗാന്ധി കുടുംബത്തോടും കടുത്ത ശത്രുത പുലർത്തുന്ന സമീപനമാണ് സ്മൃതി ഇറാനിയുടെ. പ്രിയങ്ക ഗാന്ധി ഏറെ വൈകാതെ വയനാട്ടിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തോടെ ലോക്സഭയിൽ എത്തുന്നതും രാഹുലും പ്രിയങ്കയും ബി.ജെ.പിക്ക് കടുത്ത ഭീഷണി ഉയർത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് സ്മൃതി ഇറാനിയെ പാർട്ടി അധ്യക്ഷ പദവിയിലേക്ക് ഉയർത്താൻ ബി.ജെ.പിയുടെ പടനീക്കം. സ്മൃതി പാർട്ടി അധ്യക്ഷ എന്ന നിലയിൽ നേട്ടമാകുമോ എന്ന് ബി.ജെ.പിയിൽ മാത്രമല്ല RSSലും ആശയങ്ങളും വലിയൊരു വിഭാഗമുണ്ട്.